പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരാൽ അസാധ്യമായത് എന്തൊക്കെയാണ്? ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം വളരെ ബുദ്ധിയിൽ മുന്നേറി നിൽക്കുന്ന ഒരു സമൂഹം, ക്വാളിഫിക്കേഷൻസും എല്ലാം മിടുക്കും, എല്ലാം ഫാസ്റ്റ് ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഈ തലമുറ. പ്രൈസ് ദി ലോർഡ്. ഈ സമൂഹത്തിൽ എന്താണ് മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങൾ? പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മുടെ എല്ലാ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് പലർക്കും പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. രോഗങ്ങളാവാം, ദുഃഖങ്ങളാവാം, ഭാരങ്ങളാവാം, പ്രയാസങ്ങളാവാം, പല രീതിയിലുള്ള പ്രയാസങ്ങളാകാം. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ നീ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് നിന്റെ ജീവിതത്തിൽ നീ കേൾക്കാൻ പോവുകയായിരിക്കാം. അങ്ങനെ പലതും. നിന്റെ ഡോക്ടറിന് പരിഹരിക്കാൻ കഴിയാത്തത്, നിന്റെ ബാങ്കിന് പരിഹരിക്കാൻ പറ്റാത്തത്, നിന്റെ ജോലിക്ക് പരിഹരിക്കാൻ പറ്റാത്തത്, അങ്ങനെ നമുക്ക് സാധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ബുദ്ധിയിലൊക്കെ അത് സാധിക്കും, എല്ലാം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെ പലതും ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ, അപ്പച്ചാ നീ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി തരണമേ എന്ന് ദൈവത്തോട് നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കർത്താവായി യേശുപ്പച്ചൻ നമ്മളോട് പറയുന്നൊരു വാഗ്ദത്തമാണ്: മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പരിപൂർണമായി വിശ്വസിക്കുക. ഏത് പ്രയാസങ്ങളെ, ഏത് ദുഃഖത്തിനെ, ഏത് രോഗത്തിനെ സൗഖ്യമാക്കുവാൻ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചന് കഴിയും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ദൈവദൂതൻ മറിയയോട്, യേശുവിൻ്റെ അമ്മ മറിയോട് പറയുന്ന വാക്കുകളാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അസാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവദൂതൻ വന്ന് മറിയോട് സംസാരിക്കുമ്പോൾ മറിയ ചോദിക്കുകയാണ്, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ പറയുന്ന മറുപടിയാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതിനെ തുടർന്ന് പറയുന്നതാണ്: ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. അതേപോലെ തന്നെയാണ് അബ്രഹാമിന്റെ ഭാര്യ സാറായി. അവിടെ അസാധ്യതകളായിരുന്നു മുന്നിലുള്ളതെല്ലാം. അബ്രഹാമിന് 100 വയസ്സായി. വാഗ്ദത്ത സന്തതി പിറക്കൂ എന്നുള്ള വാഗ്ദത്തം പിതാവായ ദൈവത്തിൽ നിന്നുണ്ട്. എന്നിട്ടും അവരൊരു സന്തതിയെ കണ്ടില്ല. പക്ഷെ സ്വർഗത്തിലെ അപ്പച്ചൻ വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. പരിപൂർണമായി ആ ദൈവത്തിൽ അബ്രഹാമും സാറയും വിശ്വസിച്ചു. അതവർക്ക് നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പരിപൂർണമായി വിശ്വസിക്കുക. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.